ഇങ്ങനെ ഡൈവോഴ്സ് വെച്ചോ കൊടുക്കോ? എനിക്ക് തയ്യാറാണ്. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് തല്ലും കൊണ്ട് ഇങ്ങനെയുള്ള സംശയം അത് തന്നെയല്ല. ഇങ്ങനത്തെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ലെന്ന് എനിക്ക് കഴിഞ്ഞ മാസം എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ ഒരു മാസം മുമ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ലാബിൽ ചെന്നിച്ച് എൻ്റെ തൊട്ടടുത്ത് ലാബുണ്ട്, അവളോട് പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വിളിച്ച് എന്നോട് ഇങ്ങനെ ക്ഷമയൊക്കെ പറഞ്ഞു. ചിലപ്പോൾ കുറേ നാൾ വിളിച്ച് കഴിയുമ്പം എൻ്റെ മനസ്സും ചിലപ്പോൾ മാറുമായിരിക്കും കേട്ടോ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും തിരിച്ചിങ്ങനെ പറയേണ്ട വന്നില്ലേ. അന്നേരം എന്നോട് എന്നാ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങേരുടെ മനസ്സിന് ഇപ്പോഴും വ്യത്യാസം വന്നില്ല. ഇത് ഒരു മാസം മുമ്പ്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പോട്ടെ, ഇത് ഒരു മാസം മുമ്പ് നടന്ന കാര്യം ഇത്. ശരിയോ, എല്ലാം മാറിയിട്ട് അങ്ങേരെല്ലാം മാറി നിങ്ങൾക്ക് അങ്ങനെ മാറിയാൽ എനിക്കറിയാം. കാരണം അങ്ങനെ ഇത് രാമപുരത്തെ SI മോഹൻ സാർ 2-3 പ്രാവശ്യം ഈ പ്രശ്നം പരിഹരിച്ച് വിട്ടതാ. വെളിയന്നൂരിലത്തെ ശോഭാനാരായണൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ്, രാമകൃഷ്ണൻ പ്രസിഡന്റ് ഇപ്പം മാറി. ഇവർ വന്ന് നെടുങ്കണ്ടത്ത് താമസിച്ചുകൊണ്ടപ്പോൾ അവിടുന്ന് സ്കൂളിലെ സാർമാർ വന്ന. ഇതൊക്കെ ഞാൻ നുണ പറഞ്ഞല്ലേ, ഇതിനൊക്കെ തെളിവോടെയുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് തീരുമാനം എടുത്താൽ എന്നെ അറിയിച്ചിട്ട് ജീവിക്കാമെന്ന് സാർ പറഞ്ഞിട്ടുമുണ്ട്. ഈ സ്കൂൾ തുറന്ന ഇടയ്ക്ക് ജൂൺ ജൂലൈ മാസത്തിലാന്ന് തോന്നുന്നു എൻ്റെ അമ്മാവനും അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുക്കനും കൂടെ കൂടി, വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ അടുത്തുള്ള ഇവനും കൂടെ കൂടിയാണ് ആലയിൽ ഒരു ദിവസം ചെല്ലുക. ഈ അമ്മാവൻ എന്നെ വിളിച്ച് പറഞ്ഞ ഒരാഴ്ച മുമ്പ് അമ്മാവനും കൂടെ എന്നെ വന്നിച്ച് കുറേ ഉപദേശമൊക്കെ തന്നു. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ചെന്ന് ചോദിക്കാം, ഇങ്ങനെ നിന്ന് പോയാൽ ശരിയായാലെന്നും പറഞ്ഞേച്ച് ഞാൻ പറയാമെന്നും പറഞ്ഞാൽ ഇവർ പോയി. അത് കഴിഞ്ഞാണ് ഇവർ ആലയിട്ട് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പറിച്ചിൽ കഴിഞ്ഞപ്പം പറഞ്ഞു, ഇനി അവളെ എൻ്റെ കൈ കിട്ടി ഞാൻ ജീവനോടെ വെച്ചേക്കാലെന്ന് പറഞ്ഞോ. അമ്മാവനോട് പറഞ്ഞു. അമ്മാവനല്ല എന്നോട് പറഞ്ഞത്. അമ്മാവൻ പറഞ്ഞു, അമ്മാവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ നിർബന്ധിച്ച് വിട്ടിട്ട് പിന്നെ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകാൻ തയ്യാറല്ലെന്ന് അമ്മാവൻ എന്നോട് പറഞ്ഞു. ഞാൻ മറ്റേ കുഞ്ഞിന്നാണ് വിളിക്കുന്നത് തന്നെ. അവനോട് ചോദിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൂചനയാവും അവിടെ നിന്ന് കടയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കാൻ നേരത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവമൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ കൊച്ചിൽ തുടങ്ങിയപ്പോഴേ എനിക്ക് അറിയാം അവളെ കൊണ്ട് കുഴപ്പമുള്ളൊരു കുട്ടിയല്ല. അത് കല്യാണത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇവരാദ്യം കാണുന്നത്. ഇവർ രണ്ടുപേരും അങ്ങനെ 4 ദിവസം കൊണ്ടുള്ള പരിചയം ഇവർ തമ്മിലുള്ളൂ. അപ്പം വീട്ടിൽ വന്ന് പുഷ്പം നേരിട്ട് വന്ന് ചോദിച്ചു. അപ്പം പുഷ്പനെ പുഷ്പൻ തനിച്ചാണോ വന്നത്? പുഷ്പൻ തനിച്ചാണ് വന്നത്. അവർ വീട്ടിൽ ആരുമില്ല, വലിയ ആൾക്കാർ ആരും വന്നില്ല. പുഷ്പൻ വേറൊരു ജാതിയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം പുഷ്പന് ആഷേനെ കല്യാണം കഴിക്കണം, ആഷയ്ക്ക് പുഷ്പനെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പുഷ്പൻ്റെ വീട്ടിൽ പോയി. പുഷ്പം വന്ന് കൂടെ ശല്യം ചെയ്യണം, കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഓണം കുന്നൊക്കെ ഞങ്ങളുടെ കൂത്താരോടത്ത് അമ്പലത്തിൽ വെച്ച് താലി കെട്ടിക്കൊടുത്തു. പിന്നെ 1 മാസം കഴിഞ്ഞ് രാമപുരത്ത് പോയി രജിസ്ട്രേഷൻ ചെയ്തു. അതിനുള്ള സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ആശ്രമത്തിൽ എന്തിനാ പോയത്? അപ്പം ഇവൻ്റെ കൂടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ചേർന്നോ? അവിടെ ചേരാനായിട്ട് പോയി. അയ്യോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം അങ്ങനെ കൂടി ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ 1 മാസം താമസിച്ചു. എന്നിട്ട് ഇവൻ്റെ അച്ഛനും അമ്മയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെല്ലാം കൂടെ വന്ന് മധ്യസ്ഥം കൂടി തീരുമാനിച്ചു. ആശ പോയില്ലായിരുന്നു. ഇനി എന്നെക്കൊണ്ട് കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് നോക്കിക്കോളാം, എനിക്ക് പറ്റിപ്പോയെന്നും പറഞ്ഞ് കൊണ്ടുപോയി പറഞ്ഞു വിട്ട് കഷ്ടിച്ച് 1 മാസം പിന്നെ ഇത് തന്നെ കാര്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ജോലിച്ച് ജീവിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ആങ്ങളെ 5 സെൻറ്റ് സ്ഥലം കൊടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. എന്നും മഴക്കാം. അയലോക്കംകാർക്ക് കേൾക്കാം തെറിയും ചീത്തയെല്ലാം പറയണത്, ഭാഗത്തീണ്ട് ഓടിച്ചെണ്ണമൊക്കെ അയലോക്കംകാർക്ക് ഉള്ളവർക്ക് കേൾക്കാമായിരുന്നു. നല്ല തെറിയും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് ശരിയായി എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി, പിള്ളേർ വളഞ്ഞ് ചുറ്റി ഇറങ്ങി വന്നു. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുന്നത് കാണാത്തതുകൊണ്ട് നേരെ വീട്ടിലോട്ട് ഇറങ്ങി വന്നിച്ച് വാക്കത്തിയായിട്ട് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഈ ഒരെണ്ണത്തിന് ഞാൻ ഇനി ബാക്കി വെച്ചേക്കായിരുന്നു പറഞ്ഞാണ് അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരുന്നത്. 37 ജീവിതം ഇനി ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പം തന്നെ ആശ പറയുന്ന ഒറ്റയ്ക്ക് ജീവിച്ചാൽ പല പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അയാളുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകളുണ്ട്. ആ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് പോകുന്നതല്ലയോ നല്ലത്? എനിക്ക് ഇനി താല്പര്യമില്ല. ഇല്ല, താല്പര്യം ഇല്ലെന്ന് പറയരുത്. പരിഹരിക്കാൻ പറ്റാത്ത തെറ്റുകൾ അയാളുടെ ഭാഗത്തില്ല. നിങ്ങൾക്ക് ഇവരെ രണ്ടിനെയും കൊണ്ട് ഒരു മെഡിക്കൽ ഡോക്ടറുടെ അടുത്ത് പോകാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റില്ല. ആശയ്ക്ക് നിങ്ങൾക്ക് രണ്ടുകൂടെ പോകാൻ പറ്റുമോ? ഞാൻ വരികയില്ല.
അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഇത് എല്ലായിടത്തും ചെല്ലുമ്പോൾ തയ്യാറുണ്ട്. പക്ഷേ അംഗീകരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, പഞ്ചായത്തിൽ ചെന്നപ്പോഴും മറ്റു സ്കൂളിൽ നിന്ന് സാറുമാരോട് വരുമ്പോഴും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചിട്ട് കാര്യമാകില്ല. അനുഭവിച്ചത് ഞാനാണ് അവിടെ കിടന്നത്. കൊച്ചെ അനുഭവിച്ചത് വരട്ടെ. പക്ഷെ ഇനിയും നമുക്ക് ജീവിക്കണം. ജീവിതം മുമ്പോട്ടാ കിടക്കുന്നത്. അതല്ല, ഇങ്ങനെ കൂടെ പോയി എനിക്ക് വിശ്വാസമില്ല.